ഇന്നെനിക്ക് ഏറെ സങ്കടവും ടെൻഷനും എല്ലാം ഉള്ളൊരു ദിവസമാണ് കേട്ടോ. എന്നും നേരത്തെ എണീറ്റ് യൂണിഫോമൊക്കെ ഇട്ടുള്ള ഈ യാത്രയ്ക്ക് ചെറിയൊരു ഫുൾ സ്റ്റോപ്പ് വരുന്ന ഡേ ആണിന്ന്. അതേന്ന് എൻ്റെ കമ്പനിയിലെ ലാസ്റ്റ് ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പരമാവധി ടൈമും കൊളീഗ്സിൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഞാനും സെൽവിച്ചും അനുപമേച്ചും നിസ്സ എല്ലാവരും കൂടെ അത് ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ലാസ്റ്റ് സപ്പർ എന്നൊക്കെ പറയുന്ന പോലെ ഇതെൻ്റെ കമ്പനിയിലെ ലാസ്റ്റ് ലഞ്ചാണ് കേട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ പുറത്ത് പോയി ചെറുതായിട്ട് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഇതെനിക്ക് സെൽവിച്ചും അനുപമേച്ചും കൂടെ സർപ്രൈസായിട്ട് തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. ഞങ്ങൾ ഓണം സെലിബ്രേഷനും ട്രിപ്പൊക്കെ പോകുമ്പോൾ എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫ്രെയിമായിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷം തോന്നി ഇതൊക്കെ കണ്ടപ്പം. ഒരുപാട് മെമ്മറീസ് ഉണ്ട് കേട്ടോ എനിക്കിവിടെയുള്ള ഓരോരുത്തരുടെ കൂടെയും. പിന്നെ ജിജി സാറും എനിക്കൊരു ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, ബെസ്റ്റ് വിഷസ് എന്നൊക്കെ എഴുതിയിട്ട്. നല്ല അടിപൊളി ഒരു വാച്ചായിരുന്നു കേട്ടോ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ഒരു മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, അഡ്മിൻ ആയിക്കോട്ടെ, അതുപോലെ ഇവിടുത്തെ കൊളീഗ്സ് ആയിക്കോട്ടെ, സീനിയർ സ്റ്റാഫ് ആയിക്കോട്ടെ, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അങ്ങനെ ഒരു ഈവനിങ് 5:30 ആയപ്പോൾ എൻ്റെ ചെറിയൊരു സെൻഡ് ഓഫ് പാർട്ടിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇത്രയും നല്ലൊരു കമ്പനിയിൽ ഇത്രയും നല്ലൊരു മാനേജ്മെൻറ്റിൻ്റെയും മറ്റു ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ ഇത്രയും നാൾ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് അഭിമാനവും തോന്നാറുണ്ട്. ഈ ഒരു എക്സ്പീരിയൻസും ഈ ഒരു മെമ്മറീസും എനിക്കൊരിക്കലും മറക്കാൻ പറ്റുന്നതല്ല. പിന്നെ അവിടെ നിന്ന് എനിക്ക് മൊമെൻറ്റോയും ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതുപോലെ ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ, ഫ്രണ്ട്സിനൊന്നും കാണാൻ പറ്റില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നല്ല സങ്കടമുണ്ട്. പിന്നെ നമ്മളെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്, നമുക്ക് സങ്കടം ഉണ്ടെങ്കിൽ പോലും ചിലതൊക്കെ നമുക്ക് വേണ്ടാന്ന് വെക്കേണ്ടി വരും. എല്ലാം നല്ലതിനാവട്ടെ എന്നിപ്പം വിചാരിക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട് ഈ ഒരു സ്പോട്ട് എനിക്ക് ഇഷ്ടമാണ്, ഇവിടുന്ന് ഞാൻ എപ്പോഴും വീഡിയോ എടുക്കാറുണ്ട് എന്നൊക്കെ. ഈ ഒരു സ്പോട്ടൊക്കെ ഇനിയൊരു ഓർമ്മകൾ മാത്രമായിരിക്കും. അപ്പോൾ മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.